നമസ്കാരം. സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ശരിയായ രീതിയിൽ ആരാധിക്കുകയാണ് എങ്കിൽ ജനന മരണ ചക്രത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് മോചനം ലഭിക്കും. ശിവാരാധനയിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതിന് പ്രധാന കാരണം ഒരു വ്യക്തിയുടെ ഏകാഗ്രത വർദ്ധിക്കുന്നതിനാലാകുന്നു. ഭഗവാൻ തന്റെ ഭക്തർക്ക് നൽകുന്ന അനുഗ്രഹം ജന്മജന്മാന്തരങ്ങൾ നിലനിൽക്കുന്നതുമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഒരു അംശമെങ്കിലും ലഭിച്ചാൽ ആ ജന്മം സഫലമാകുകയും ദീർഘനാളത്തെ ഉപാസനയാലും നിത്യവും മുടങ്ങാതെ പഞ്ചാക്ഷരി ജപത്താലും ലഭിക്കുന്ന പുണ്യമായി തന്നെ ഇത് മാറും. തന്റെ ഭക്തരെ ആരുപദ്രവിച്ചാലും ഭഗവാൻ അത് പൊറുക്കുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ആ ഭക്തൻ അറിയുക തന്നെ ചെയ്യും. തിരിച്ചടികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയോ ചെയ്യാം. അതായത് ഭക്തർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കാം. ചില സ്ത്രീകൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജന്മജന്മാന്തരങ്ങളായുള്ള അനുഗ്രഹത്താൽ ചില പ്രത്യേകതകൾ ഉള്ളവരാകുന്നു. ഇവരെ വിഷമിപ്പിക്കുകയാണ് എങ്കിൽ പെട്ടെന്നാണ് തിരിച്ചടികൾ വന്നു ചേരുക. നാം വിചാരിക്കാത്ത രീതിയിൽ തന്നെ തിരിച്ചടികൾ വന്നു ചേരും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ആര് തന്നെ ഭഗവാനെ ആരാധിച്ചാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. എന്നാൽ ജന്മജന്മാന്തരങ്ങളായി ഭഗവാന്റെ അനുഗ്രഹമുള്ളവരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പെട്ടെന്ന് വിഷമിക്കുന്നവരാണ് ഇവർ. ചെറിയ ഒരു കാര്യം പോലും ഇവർക്ക് സഹിക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് വരാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കാം. പലപ്പോഴും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഇവർക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നതല്ല. ഇവരും വളരെയധികം വിഷമിക്കുകയും അവരെ കൊണ്ട് കഴിയുന്നതായ സഹായം അവർ എപ്പോഴും ചെയ്യുവാൻ ശ്രമിക്കുന്നവർ കൂടിയാകുന്നു. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. കൂടാതെ ഇവർക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട്. ഒരിക്കലും ഇവർ ആഡംബരം ഇഷ്ടപ്പെടുന്നവരല്ല. വളരെ ആഡംബരപൂർണമായ ജീവിതം ഇവർ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നവരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കാത്തവരോ ആക്കാം. അതിനാൽ തന്നെ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ആഡംബരത്തെക്കാൾ ഇവരുടെ ആവശ്യങ്ങൾ എന്താണോ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുന്നവരാകുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നതാണ് വാസ്തവം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിലും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ മിടുക്ക് ഇവർക്കുണ്ട്. വന്നു ചേരേണ്ടതായ ആഡംബര ജീവിതം പോലും ഉപേക്ഷിച്ച് തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നവരോ അവർക്കൊപ്പം പിന്തുണ നൽകി നിൽക്കുന്നവർ കൂടിയാണ് ഇവർ. അത്രയും നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇവർ. ശിവനാമം, ശിവചിത്രം, ശിവക്ഷേത്ര ദർശന സമയത്ത് അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. ഭഗവാന്റെ നാമങ്ങൾ അവിചാരിതമായി കേട്ടാൽ പോലും പെട്ടെന്ന് കണ്ണ് നിറയുന്നതാണ്. ശിവചിത്രം കാണുന്നതായ അവസരത്തിലും ഇതേ അവസ്ഥയാണ് അഥവാ ഇതേപോലെയാണ് ഇവർക്ക് സംഭവിക്കുക. ശിവക്ഷേത്ര ദർശന സമയത്ത് പല കാര്യങ്ങളും പ്രാർത്ഥിക്കണം എന്ന് ഇവർ മനസ്സിൽ വിചാരിക്കുകയും ഭഗവാന്റെ സന്നിധിയിൽ എത്തുമ്പോൾ ഭഗവാന്റെ പ്രതിഷ്ഠ അഥവാ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ഇവർ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകി പോകുന്നതായ അവസ്ഥ. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഭഗവാനുമായുള്ള ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇവർ പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നവരാണ്. അവിചാരിതമായി പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാം, പെട്ടെന്ന് പറഞ്ഞു എന്ന് വരാം. ആ കാര്യങ്ങൾ സത്യമായി ഭവിക്കും. മനസ്സിൽ തട്ടിയാണ് ഇവർ പറയുന്നത് എങ്കിൽ അത് സത്യമായി ഭവിക്കും എന്നാണ് പറയുക. അത് ഭഗവാനായി തന്നെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാകാം. അതിനാൽ ചില കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവർ ഒഴിഞ്ഞു മാറി എന്ന് വരാം. അത് അവരുടെ രക്ഷയായി മാറുകയും ചെയ്യും. ഇത് പിന്നീട് മറ്റുള്ളവർ തന്നെ ഇവരോട് പറയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പല സമയത്തും ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും.
മൃഗങ്ങൾ പെട്ടെന്ന് ഇണങ്ങുവാൻ സാധിക്കണമെന്നില്ല, പെട്ടെന്ന് ഇണങ്ങുന്നവരുമല്ല. എന്നാൽ ഈ വ്യക്തികളോട് പെട്ടെന്ന് മൃഗങ്ങൾ ഇണങ്ങും. പ്രത്യേകമായ സ്നേഹം ഇവരോട് വച്ച് പുലർത്തുന്നവരുമാണ്. കുടുംബാംഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ ഒരല്പം സ്നേഹം കൂടുതൽ ഇവരോട് കാണിക്കും എന്നതാണ് വാസ്തവം. കുട്ടികളും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരോട് പ്രകടമാക്കുക. കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹം ഇവരോട് വന്നു ചേരും. ഇവരോട് പെട്ടെന്ന് അടുക്കുകയും ഇവരുമായി കളിക്കുവാൻ വളരെയധികം താല്പര്യപ്പെടുകയും ചെയ്യും. എത്ര കരയുന്ന കുട്ടിയും ഇവരുടെ അടുത്തെത്തിയാൽ ശാന്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. മറ്റാർക്കും പൊതുവെ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ശാന്തത അനുഭവിച്ചു എന്ന് വരാം. വളരെയധികം ടെൻഷനോടെ ഒരു വ്യക്തി ഇവരുടെ അടുത്തെത്തിയാൽ പോലും ഇവരോട് സംസാരിക്കുമ്പോൾ ശാന്തത അനുഭവിക്കും. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ മറന്നു പോകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ദീർഘനേരം തെളിഞ്ഞു നിൽക്കും. ഇവർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ വിളക്ക് കെടില്ല എന്നതാണ് വാസ്തവം. ദീർഘനേരം സ്വർണപ്രഭയോടെ ആ വിളക്ക് തെളിഞ്ഞു നിൽക്കും. എന്ത് ആഹാരം നൽകിയാലും പെട്ടെന്ന് വയറ് നിറയുന്നവരാണ്. അല്പം ആഹാരം കഴിച്ചാൽ പോലും വയറ് പെട്ടെന്ന് നിറയും. എന്നാൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതുമല്ല. അവർക്ക് ശിവകവചം ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേകമായ ഒരു ഭംഗി, പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതായ ഒരു ഭംഗി കാണുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അല്ലെങ്കിൽ കാന്തികമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ. ആരും പെട്ടെന്ന് സഹായത്തിനായി ഇവരുടെ അടുത്ത് എത്തുന്നു എന്നതാണ് വാസ്തവം. ഇവരെ ഒരിക്കൽ പരിചയപ്പെടുകയാണ് എങ്കിൽ മറ്റു വ്യക്തികൾക്ക് അത് മറക്കുവാൻ സാധിക്കുന്നതല്ല. ഇവർ എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്നതുമാണ്. ഇവരോട് വീണ്ടും സംസാരിക്കാൻ തോന്നും എന്നതാണ് വാസ്തവം. മറ്റുള്ളവർക്ക് ഒരിക്കലും സഹായം ചെയ്ത് നൽകാതിരിക്കുന്നവരല്ല ഇവർ. അർഹിക്കുന്ന സഹായം ചെയ്യും. അതിനാൽ തന്നെ ഇവർ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇണങ്ങുന്നവരുമാകുന്നു. കൂടാതെ ആര് തന്നെ ഒരു സഹായം ആവശ്യമായി വന്നാലും ഇവരെ ഓർക്കുന്നു എന്നതും ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കാം. മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ആരാണ്, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ഇതെല്ലാം ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് പിന്നീട് യാഥാർത്ഥ്യമായി ഭവിക്കുകയും ചെയ്യും. ഇത് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറും. അവർ എത്ര തന്നെ എന്തെല്ലാം കാര്യങ്ങൾ മറച്ചാലും അവരുടെ മനസ്സ് വായിച്ചെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. അവരിലെ ദുഃഖം ഇവർ തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പരിഹരിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഇവർ. കൂടാതെ ഇവർ ഭഗവാനോട് പ്രാർത്ഥിക്കാതെ തന്നെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും ഭഗവാനായി തന്നെ നടത്തി കൊടുക്കുന്നതുമാണ്. ഇവർക്ക് തന്നെ അത്ഭുതമായി തോന്നാം. മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന് വരാം. ഇതും ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യമാകുന്നു. കൂടാതെ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ നാവിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം. ഇവർ അറിയാതെ പോലും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചു പോകുന്നു എന്നതാണ് വാസ്തവം. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ അവിടെ നിൽക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതല്ല. നെഗറ്റീവ് ഊർജമുള്ള വീടുകളിൽ ചെല്ലുകയാണ് എങ്കിൽ പോലും ഇവർക്ക് പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതും ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാകുന്നു. അതിനാൽ ഇവർക്ക് വന്നു ചേരേണ്ടതായ ദോഷകരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് പലപ്പോഴും മുൻകൂട്ടി കാണുവാനും അതിൽ നിന്നും പിന്തിരിയുവാനും ഇവർക്ക് സാധിക്കുന്നവരുമാണ്. സ്വപ്ന ദർശനത്തിലൂടെ പോലും ഭഗവാൻ ഇവർക്ക് പല കാര്യങ്ങളും വ്യക്തമാക്കി നൽകുന്നതാണ്. സ്വപ്നത്തിൽ കാണുന്നതായ പല കാര്യങ്ങളും ഇവർ ചെയ്യുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നത് പോലും ഇവർക്ക് അനുകൂലമായി തീരും. ഭഗവാൻ നൽകുന്നതായ നിർദ്ദേശങ്ങൾ അതിവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു എന്നതാണ് വാസ്തവം. അത് ഇവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി പ്രതിഫലിക്കുകയും ചെയ്യും. ഭഗവാനെ ഇവർ നിത്യവും ആരാധിക്കുകയും സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.